ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ഞാൻ പള്ളി പറയാറുള്ളത്, ഇത് വചനം കേൾക്കുന്ന വെണ്ട, അല്ലെ വചനം കേൾക്കുന്ന കോവയ്ക്ക. കഴിഞ്ഞ പ്രാവശ്യം കുറേ കപ്പ നട്ടിരുന്നു. 100-200ഓളം വീട്ടുകാർ ഇവിടെ വന്ന് കപ്പത്തണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും വെണ്ട വിത്ത് വാങ്ങാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ സ്വന്തമായിട്ടൊരു പച്ചക്കറി തോട്ടമുണ്ടാക്കാനായിട്ട് ഞാൻ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യാറുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് ഈ പറയപ്പെട്ട എല്ലാ മേഖലകളിലും ഉണ്ടാക്കാൻ കൂടി ശ്രമിക്കാറുണ്ട്. വേറെ ഒരു കുപ്പായം പ്രത്യേകം ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ പറമ്പിലെ പണിക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുന്നത്. അതെനിക്ക് വളരെ സംതൃപ്തിയുള്ള കാര്യം തന്നെയാണ്. പൊതുവിൽ ഇതൊരു കാർഷിക മേഖലയാണ്. അതിനാൽ തന്നെ ആൾക്കാർക്ക് കൃഷിയോട് ഒത്തിരി ഇഷ്ടം തോന്നും. പണ്ടേ മുതലേ ഞാൻ ഇരുന്ന ഇടവകയിലും ഇങ്ങനെ കാർഷിക മേഖലയോട് ഒത്തിരി താല്പര്യം തോന്നിയിട്ടുണ്ട്. പൗരോഹിത്വത്തെ ചേർന്നുകൊണ്ട് തന്നെ ഈ കൃഷിയും കൃഷിയിടവും ഈ പ്രപഞ്ചവും എല്ലാം ഒരു ദൈവിക ശുശ്രൂഷ ഭാഗമാക്കി ഞാൻ കാണാറുണ്ട്, മാറ്റാറുണ്ട്. അത് പ്രകാരമാണ് ഞാൻ ഈ വെള്ളരിക്കുണ്ട് പ്രദേശത്തെ ഇടവകയിൽ ഇങ്ങനെ കുറേ കൃഷിയിടങ്ങൾ ഇങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കൃഷി ചെയ്ത് വരുന്നത്. എനിക്കിവിടെ ആണെങ്കിൽ ഇപ്പോൾ 220ഓളം കപ്പയും 10-40ഓളം ചേനയും കുറേ കാച്ചിലും പിന്നെ 2-3 കണ്ടം ഇഞ്ചിയും പിന്നെ മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. കൂടാതെ 10-60ഓളം ഗ്രോ ബാഗിലായിട്ട് കുറേ വെണ്ടയുണ്ട്. ശരാശരി ഒരു വെണ്ടയിൽ നിന്ന് നമുക്ക് ഒരു 12-14 വെണ്ടയ്ക്ക ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കുറേ വെണ്ട ഇപ്പോൾ മൂത്ത് നിൽപ്പുണ്ട്. ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് അതെല്ലാം വിത്തിനായിട്ട് മാറ്റി വച്ചിരിക്കുക. ഇവിടെ വിവിധ ഇനങ്ങളിലായിട്ട് 390ഓളം ചട്ടികളിൽ വ്യത്യസ്തമായ ഈ പൂച്ചെടികളുണ്ട്. പ്രധാനമായിട്ടും ഇതുപോലെയുള്ള ഇലച്ചെടികളാണ് കൂടുതലായിട്ട് ഇവിടെ പിന്നെ സംരക്ഷിച്ച് വരുന്നത്. എന്നെ സഹായിക്കാനായിട്ട് പല അവസരങ്ങളിലും നമ്മുടെ മാറുവരുന്ന കൊച്ചന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ കൈക്കാരുമാരും ആൾക്കാരൊക്കെ ഒന്ന് കുറേ ചെടികളും മറ്റും കാര്യം തന്ന് സഹായിക്കാറുണ്ട്. അച്ഛൻ്റെ കൃഷിയുടെ കാര്യം ഇടവക്കാരുടെ ഇടയിൽ ഭയങ്കര അവർക്ക് കൗതുകമാണ് കേട്ടോ. അവർ കർഷകരായിട്ടുള്ള അച്ഛന്മാരെ അധികം കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർക്ക് ഒത്തിരി കൗതുകമാണ്. കാരണം അച്ഛനിങ്ങനെ എപ്പം നോക്കിയാലും ആളുകൾ പല ആവശ്യങ്ങൾക്ക് വരുമ്പോഴും അച്ഛനെ കാണുന്നത് മിക്കവാറും പറമ്പിലൊക്കെ ആയിരിക്കും. അപ്പം അച്ഛൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അവർക്ക് അതേപോലെ തന്നെ ഒരു ആശ്ചര്യമുണ്ട്. അപ്പം അതേപോലെ ഇവിടെ കായ്ക്കുന്ന വെണ്ടയ്ക്കാവട്ടെ കോവയ്ക്കാവട്ടെ പച്ചക്കറികൾ എന്തും ആയിക്കൊള്ളട്ടെ, അതൊക്കെ നമ്മൾ കടയിൽ കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ വളങ്ങൾ മീൻസ് നാച്ചുറലായിട്ടുള്ള വളങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ, അല്ലാതെ കെമിക്കൽ സാധനങ്ങളൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ആളുകൾക്ക് വേണ്ടി തന്നെയാണ് താൻ ഇത് ചെയ്യുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം അച്ഛനുണ്ട്. കൃഷിയോട് ആൾക്കാർക്ക് പൊതുവെ ഒരു അകർച്ച വിരസതയോ കണ്ടുവരാറുണ്ടല്ലോ. അതുകൂടി മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു ശ്രമകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോഴും ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും കുട്ടികൾക്കാണെങ്കിലും യൂത്തിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൃഷിയോട് ഒത്തിരി ആഭിമുഖ്യം തോന്നിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറേ കപ്പ നട്ടിരുന്നു. 100-200ഓളം വീട്ടുകാർ ഇവിടെ വന്ന് കപ്പത്തണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും വെണ്ട വിത്ത് വാങ്ങാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷിയോട് ഒരു ആഭിമുഖ്യം പുലർത്തുകയും പറ്റുമെങ്കിൽ സ്വന്തമായിട്ടൊരു പച്ചക്കറി തോട്ടമുണ്ടാക്കാനായിട്ട് ഞാൻ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഭാഗമാണ് ഇപ്രകാരം ഇതിനെങ്ങനെ ഒത്തിരി സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ട് പോകുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ഈ കടകളിൽ നിന്നിങ്ങനെ കിട്ടുന്നത് പലപ്പോഴും ഇങ്ങനെ വിഷാംശം നിറഞ്ഞ പിന്നെ പച്ചക്കറികളാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. പരമാവധി അതൊന്നും ഇല്ലാതെ വിഷരഹിതമായ പച്ചക്കറി അത് ഈ പറയപ്പെട്ട എല്ലാ മേഖലകളിലും
ഉണ്ടാക്കാൻ കൂടി ശ്രമിക്കാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ വളം കൊടുക്കുന്നത്. എല്ലുപൊടിയുണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ചാണകവെള്ളം കോരും, പിന്നെ ചാണകപ്പൊടി ഇട്ട്, ഇങ്ങനെ ഈ തികച്ചും ജൈവപരമായിട്ടാണ് ഈ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. പലരും പല സാധനങ്ങളും പലതിൻ്റെയും വിത്തുകൾ കിട്ടിക്കഴിയുമ്പം അവർ വീട്ടിൽ നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷെയർ അച്ഛനും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അച്ഛാ ഇത് ഇവിടുന്ന് കിട്ടിയതാണ്, ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്, നല്ല വിത്താണ്, അച്ഛനൊന്ന് നട്ട് നോക്കുക എന്ന് പറഞ്ഞ് അച്ഛനും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. സാധാരണഗതിയിൽ രാവിലെ വേനൽക്കാലമാണെങ്കിൽ കൊച്ചച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൂടി നനയ്ക്കാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ രാവിലെ എന്തെങ്കിലും തിരക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 2:30-3 ആകുമ്പോഴേക്കും ഞാനും വരും, കൊച്ചച്ഛനും കൂടെ ഉണ്ടാകും. ഞങ്ങൾ ഒരുമിച്ച് ഇത്തരം ഈ കൃഷി കാര്യങ്ങൾ സംരക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ ഈ കഠിനമടിയില്ലെങ്കിൽ 1-1.5 മണിക്കൂർ സമയം, ചിലപ്പോൾ 2-3 മണിക്കൂർ സമയത്തേക്ക് ഈ കൃഷിമേഖലയിലായിരിക്കും. നേരത്തെ മുതൽ തന്നെ ഈ ലോഹം ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ള ആളാണ്. യാത്രകളാണെങ്കിലും ഈ പണിസ്ഥലത്താണെങ്കിലും. പണിസ്ഥലത്ത് പണിയാൻ വേണ്ടി തന്നെ പ്രത്യേകമായൊരു ലോഹം ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുൻ വർഷങ്ങളാണെങ്കിൽ തലശ്ശേരി പ്രതീക്ഷ എന്ന സ്ഥാപനത്തായിരുന്നപ്പോഴും അവിടെയും വേറെ വെള്ളലോഹം ഉണ്ടായിരുന്നു, അതെല്ലാം കറപിടിച്ച് പോയി. ഇപ്പോൾ വേറെ ഒരു കുപ്പായം പ്രത്യേകം ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ പറമ്പിലെ പണിക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുന്നത്. അതെനിക്ക് വളരെ സംതൃപ്തിയുള്ള കാര്യം തന്നെയാണ്. ആൾക്കാർ ഈ വസ്ത്രത്തിൽ കാണുമ്പോൾ തികച്ചും കൗതുകത്തോടെ നോക്കുന്നത്. കാരണം ഇങ്ങനത്തെ വസ്ത്രമുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ തയ്ച്ചെടുത്തതായതുകൊണ്ട് അതിട്ട് പോകുമ്പോൾ തീർച്ചയായും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായവും ബഹുമാനവും. ഒരു വൈദികൻ ഇങ്ങനെ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഒത്തിരി സന്തോഷം, സംതൃപ്തിയുണ്ട് അതിനകത്ത്. പല അവസരങ്ങളിലും നമ്മുടെ LP സ്കൂളിലും UP സ്കൂളിലും വിവിധ ക്ലബ്ബുകൾ ഇവിടെയുണ്ട്. ഈ ക്ലബ്ബിലെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 2-3 സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇതെല്ലാം വന്ന് കണ്ട് പരിചയപ്പെട്ട് പോകാറുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് അതിനെ കാണുന്നത് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത കുട്ടികളാണ്. വീടുകളിൽ ഇത്തരം കൃഷികളോ കൃഷിഭൂമി ഒന്നും ഇല്ല. കാരണം പലപ്പോഴും ഈ വന്യജീവിയുടെ ആക്രമണം മൂലം, പ്രത്യേകിച്ച് ഈ പന്നിയെല്ലാം ഒന്നും വെച്ച് തരാറില്ല നമുക്ക്. എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കും. ആ കാരണത്താൽ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കെല്ലാം പുതുമയാണ്. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെയും പള്ളിയുടെ ഇടയ്ക്ക് ഇത്രമാത്രം സ്പേസിൽ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആൾക്കാർക്കും കുട്ടികൾക്കും ഇത് ഒരു പാഠമാണ്, ഒരു അനുഭവമാണ്, താല്പര്യമാണ് തന്നെ. സാധാരണ പുരോഹിതരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ദേവാലയത്തിലെ അവരുടെ കൗതാശികമായ പരിക്രമങ്ങളും അല്ലെങ്കിൽ പൊതുവേദികളിലുള്ള അവരുടെ ഇടപെടലുകളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു രീതിയാണ് നമ്മൾ പുരോഹിതരിൽ നിന്ന് കാണുകയും പുരോഹിതരെ നമ്മൾ ആ രീതിയിലാണ് ജനം വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായി കാർഷിക മേഖലയോട് അല്ലെങ്കിൽ കാർഷിക രംഗത്തോട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ അകന്നു നിൽക്കുമ്പോൾ അവർക്ക് ഒരു പ്രചോദകനായി ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ സ്വന്തം കാർഷിക ഡ്രസ്സുമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് പ്രത്യേക ഒരു ലോഹ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഈ മണ്ണിൻ്റെ നിറമുള്ള, അത് നേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വസ്ത്രമൊക്കെ അണിഞ്ഞ് അദ്ദേഹത്തിന് എപ്പോഴൊരു സമയം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ എപ്പോൾ സമയം കിട്ടിയാലും അദ്ദേഹം ഒരു തൂമ്പായും വാക്കത്തിയും ഒക്കെ ആയിട്ട് ഈ ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും കിളയ്ക്കുകയോ കാട് പറിക്കുകയോ മണ്ണൊരുക്കുകയോ കൂട നിറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് ഈ ഇടവകജനത്തിന് കാണുവാൻ സാധിക്കും. അങ്ങനെ സമൃദ്ധമായ ഒരു കൃഷിയിടം ഇപ്പോൾ ഈ ദേവാലയത്തിന് ചുറ്റും ഇവിടെ വരുന്നവർക്ക് നേരിൽ കാണുവാൻ സാധിക്കും. ഇവിടെ മുൻ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ഞാൻ പള്ളി പറയാറുള്ളത്, ഇത് വചനം കേൾക്കുന്ന വെണ്ട, അല്ലെ വചനം കേൾക്കുന്ന കോവയ്ക്ക, ഇത്തരം കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെങ്കിലും മറ്റ് പുറമേ ഉള്ള പ്രദേശത്തുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഇപ്പോൾ കപ്പയ്ക്കാണെങ്കിലും ഈ പറയുന്ന എല്ലാത്തിനാണെങ്കിലും ഉണ്ട്. അത് ദൈവചൈതന്യത്തിൻ്റെ ദൈവകൃപയുടെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആൾക്കാർ പറയാറുണ്ട്, പള്ളിയല്ലേ, തീർച്ചയായിട്ടും കർത്താൻ വചനം കേൾക്കുന്ന ഇടമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സമൃദ്ധിയുണ്ട്. ഇവിടെ ഞാൻ ഈ വെണ്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഈ കീടങ്ങൾ കൊണ്ടുവന്നത്. അത് പ്രധാനമായിട്ട് കുറേ പുഴുക്കളാണ്. ഈ പുഴുക്കൾ കയറി വന്നിട്ട് ഇതിൻ്റെ മുഴുവൻ ഇലയെല്ലാം ഇങ്ങനെ കളഞ്ഞു. അതിനാൽ ഞാൻ ചെയ്തത്
ആദ്യം വിചാരിച്ച പോലെ കീടനാശിനി പ്രയോഗം ചെയ്താലോ എന്ന്. പിന്നെ ചിന്തിച്ചു അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ആദ്യം പുഴുക്കളെ പല ദിവസങ്ങൾക്കൊണ്ട് ഈ പുഴുക്കളെല്ലാം പിടിച്ചു കൊന്നു കളഞ്ഞു. പിന്നെ ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഈ പുകയില കഷായം. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ കീടങ്ങളിപ്പോൾ കാര്യമായിട്ടില്ലതാണ് ഇവിടെ. ആ പറയുന്നത് പുഴു അതെല്ലാം നമ്മൾ കൊന്നു കളഞ്ഞതിനാൽ ഇപ്പോൾ വേറെ പുഴുവോ മറ്റ് കീടങ്ങൾ നിലവിൽ നമ്മുടെ ഈ പറയുന്ന കൃഷിയിടത്തില്ല. ഇപ്പോൾ ഏത് തൊഴിലാണെങ്കിലും ഇപ്രകാരം ഒരു മഹിമയുണ്ട് എന്നുള്ള ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ആ പ്രബോധനം എൻ്റെ ഉള്ളിൽ തറച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ചും ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതും ആൾക്കാരുടെ ഇടയിൽ ഒരു പരോക്ഷമായ സുവിശേഷ പ്രഘോഷമായിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന കാര്യം.